ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കാഡ് ലാബിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസിങ് വെരിലോഗാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഫുൾ ആഡർ സർക്യൂട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് വെരിലോഗിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു ഫുൾ ആഡർ സർക്യൂട്ട്, ഒരു സിംഗിൾ ബിറ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുൾ ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്ന മാതിരി ആണ്. അതിൽ നമുക്ക് രണ്ട് സിംഗിൾ ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഈ ഫുൾ ആഡറിന് 3 ഇൻപുട്ടാണ് വരുന്നത്. ഒന്ന് എയും ബിയും നമുക്ക് ആഡ് ചെയ്യേണ്ട ബിറ്റും, സി എന്ന് പറയുന്നത് ക്യാരി ഇൻപുട്ടുമാണ്. അതായത് മുമ്പത്തെ അഡീഷനിൽ വല്ല ക്യാരീസും ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ തേർഡ് ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ 3 ഇൻപുട്ട്സ് ഉണ്ട്, എ ബി സി ഇൻ, ആൻഡ് 2 ഔട്ട്പുട്ട് ഉണ്ട്, അതായത് സം ആൻഡ് ക്യാരി ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സി ഔട്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാം. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നമുക്ക് 3 ഇൻപുട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ 2�3 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മും ക്യാരി ഔട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? സർക്യൂട്ട് നമ്മൾ കെ മാപ്പ് വെച്ചിട്ടാണ് വരയ്ക്കുക. അപ്പോൾ കെ മാപ്പിൽ സമ്മിനും ക്യാരി ഔട്ടിനും നമ്മൾ കെ മാപ്പ് വരയ്ക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ സമ്മിന് നമുക്ക് എ എക്സ് ഓർ ബി എക്സ് ഓർ സി ഇൻ എന്നാണ് വരിക. ക്യാരി ഔട്ടിന് എ ബി പ്ലസ് എ സി ഇൻ പ്ലസ് ബി സി ഇൻ എന്നാണ് വരിക. അപ്പോൾ ഇനി ഇതിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് സമ്മിന് 2 എക്സോർ ഗേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്, എ ബി സി എന്ന് പറഞ്ഞ് 2 എക്സോർ ഗേറ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സമ്മ് ഒബ്റ്റെയിൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ക്യാരി ഔട്ട് ആണെങ്കിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം എ ബിനെയും എ സി ഇന്നിനെയും ബി സി ഇന്നിനെയും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ലോജിക് ഗേറ്റ് ആൻഡ് ആണ്. സോ 3 ആൻഡ് ഗേറ്റ്സ് ഉണ്ട്, പിന്നെ അതിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഓർ ഗേറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സി ഔട്ടും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ വെരിലോഗിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ വെരിലോഗിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മോഡ്യൂൾ കഴിഞ്ഞ് ഫുൾ ആഡർ നമ്മൾ ഒരു ഇഷ്ടമുള്ള പേര് ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് 1 എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് അല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ എന്താണോ പേര് കൊടുക്കുന്നത് അത് നമ്മൾ മോഡ്യൂൾ കഴിഞ്ഞിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ ആ വേരിയബിൾസ്, അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തു, ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ടിൻ്റെ വേരിയബിൾസ് എഴുതാം. അതായത് എ ബി സി എന്നാണ് ഇവിടെ ഇൻപുട്ട് വേരിയബിൾസ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മ് സി ഔട്ട് എഴുതാം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമ്മും ക്യാരി ഔട്ടും സേവ് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് മെമ്മറി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർ ഇ ജി എന്ന് വെച്ചാൽ രജിസ്റ്ററാണ്. അപ്പോൾ രജിസ്റ്റർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ രജിസ്റ്ററിൽ സമ്മും സി ഔട്ടെന്നും പറയുന്നത് ഒരു രജിസ്റ്ററായിട്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ആ രജിസ്റ്ററിലേക്ക് സേവ്ഡ് ആവും. ഇനി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എ ബി സി എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻപുട്ടാണെന്ന് കാണിക്കാൻ വയർ എന്നുള്ള സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വയർ. ഓക്കെ, ഇനി നമ്മളുടെ വെരിലോഗ് പ്രോഗ്രാമിൽ നമ്മൾ എപ്പോഴും ലൂപ്പിംഗ് ഒക്കെ കാണിക്കാൻ ഓൾവേസ് അറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾവേസ് അറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ബിഗിൻ സമ്മ് ഈക്വൽ ടു, നമ്മളിവിടെ സ്ട്രക്ചറൽ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സം ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ എക്സ്പ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ എ എക്സ് ഓർ ബി എക്സ് ഓർ സി എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ എക്സ് ഓർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എഴുതാം. അതുപോലെ തന്നെ സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി ഇൻ പ്ലസ് സി ഇൻ ഇൻറ്റു എ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു കാണിക്കാനായിട്ട് ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി പ്ലസ് ബി ആൻഡ് സി പ്ലസ് സി ആൻഡ് എ, അങ്ങനെ വരും. അപ്പോൾ ഇതോടുകൂടി ഇത് ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. സോ നമ്മൾ ആ ബിഗിന്നിന് ഒരു എൻഡ് കൊടുത്തു, മോഡ്യൂൾ എൻഡ് ചെയ്യാനായിട്ട് എൻഡ് മോഡ്യൂൾ കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വേവ് ഫോംസ് നമുക്ക് കിട്ടണം. അപ്പോൾ വേവ് ഫോംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
ഇൻപുട്ട് വേവ് ഫോംസ് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം എഴുതും. അപ്പോൾ ഈ ടെസ്റ്റ് ബെഞ്ചിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും അഗെയിൻ ഒരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. മൊഡ്യൂൾ ടെസ്റ്റ് ബെഞ്ച് ഫുൾ ആഡർ രജിസ്റ്റർ. ഇവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തത് ഔട്ട്പുട്ട്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇൻപുട്ട് വാല്യൂസിനെയാണ്. എ ബി സി ഇൻ, പിന്നെ വയർ സം സി ഔട്ട്, അത് കഴിഞ്ഞാൽ ഫുൾ ആഡർ എഫ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയബിൾ ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഡോട്ട് എ ഓഫ് ക്യാപിറ്റൽ എ, അതായത് മെയിൻ പ്രോഗ്രാമിൽ എ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് ഇവിടെ ക്യാപിറ്റൽ എ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഓരോന്നും നമ്മൾ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനീഷ്യൽ ബിഗിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് എയുടെ വാല്യൂസ് അസൈൻ ചെയ്യാണ്. എ 1 ആവാം 0 ആവാം. അപ്പോൾ 1 ബൈനറി 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ബി 1 ബൈനറി 0, സി ഇൻ 1 ബൈനറി 0. ഓക്കെ, ഇനി നമ്മൾ എത്ര ടൈം അത് കാണിക്കണം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് #45 എന്നാണ്, അതായത് 45 നാനോ സെക്കൻഡ്സ് അത് കാണിക്കാം. അത് കഴിഞ്ഞ് അത് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് $finish എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ബിഗിൻ എൻഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേവ് ഫോമിൻ്റെ ആ ഒരു ഹൈ എപ്പോഴാണ് ലോ എപ്പോഴാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾവേസ് #6a = നെഗേഷൻ എ, അതായത് 6 ടൈംസ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം, അതിൻ്റെ നോട്ട് ചെയ്ത്. അപ്പോൾ 0 ആയിരുന്നെങ്കിൽ 6 ക്ലോക്ക് പീരീഡ് 6 ടൈം അല്ലെങ്കിൽ 6 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ക്ലോക്ക് പീരീഡ് എന്താവണം, 0 1 ആവണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ബി ഓൾവേസ് #3b നെഗേഷൻ ബി = നെഗേഷൻ ബി. അപ്പോൾ ബിയും അതുപോലെ തന്നെ 3 സൈക്കിൾസ് 3 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗേഷൻ ബി ആവണം. അതുപോലെ 12 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്നുള്ളത് നെഗേഷൻ സി ആവണം. അങ്ങനെ നമുക്ക്, അപ്പോൾ നമ്മൾ വേവ് ഫോം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾവേസ് എന്നുള്ള സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എൻഡ് മോഡ്യൂൾ ചെയ്യാം. അപ്പോൾ സിമുലേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇനി നമുക്കതിൻ്റെ എന്ത് നോക്കാം, എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ISE ഡിസൈൻ സ്യൂട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നമ്മൾ എന്താണ് ഇത് ഓക്കെ കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടതുണ്ടാവും. ഇവിടെ ഫയലിൽ പോയാൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫയലിൽ പോയാൽ ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുൾ ആഡറിൻ്റെ പേര്, ഞാനിപ്പോൾ എക്സ്പെരിമെൻറ്റ് 1 ഫുൾ ആഡർ എന്നാണ് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി ഞങ്ങളൊരു ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ എക്സ്പെരിമെൻറ്റ്സും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ഇവിടെ ബ്രൗസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ CAD ലാബെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതിലാണ് ബെൻസി എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതിലിനി ടോപ്പ് ലെവൽ സോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് HDL എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി അടുത്തത് ഇതിൽ നമുക്ക് കുറേ സെറ്റിങ്സ് ഉണ്ട്, പ്രൊജക്റ്റ് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രൊജക്റ്റ് സെറ്റ് ചെയ്താൽ മാത്രം, ഈ വാല്യൂസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് ഡൗൺലോഡിങ്ങിൻ്റെ സമയത്ത് ഇത് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്ഷൻസ് ഫാമിലി. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കിറ്റ് ഏതാണോ അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലാബിലുള്ളത് സ്പാർട്ടൻ 3E ആണ്. അപ്പോൾ 3E കൊടുക്കുക. അതിൻ്റെ ഡിവൈസ് നെയിം അത് നമ്മളുടെ കിറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും. XC3S500E ആണ്. അതുപോലെ തന്നെ പാക്കേജ് FG320 ആണ്. സ്പീഡ് -4 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ വരുന്നത് സിന്തസിസ് ടൂൾ XST ആണ്. സിമുലേറ്റർ ISIM. പിന്നെ പ്രിഫേർഡ് ലാംഗ്വേജ് നമുക്ക് പലതും VHDLും വെരിലോഗും സെലക്ട് ചെയ്യാം. നമ്മൾ വെരിലോഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ വെരിലോഗ് കൊടുക്കുക.
പിന്നെ VHDL സോഴ്സ് അനാലിസിസ് സ്റ്റാൻഡേർഡ് 93, VHDL 93 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, VHDL 93. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു ഷീറ്റ് വരും. ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഇവിടെ ആ ഒരു ഇതോട് കൂടിയിട്ടുള്ളൊരു പുതിയ വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫയലിൽ തന്നെ നമുക്ക് പോയിട്ട് ന്യൂ സോഴ്സ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ ഈ ഈസി ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സോഴ്സ് ടൈപ്പ് സെലക്ട് ചെയ്യാൻ നമുക്കൊരു ഇത് വരും. അപ്പോൾ നമ്മൾ ഇതിലാണ് ചെയ്യുന്ന വെരിലോഗ് മോഡ്യൂളിലാണ് ചെയ്യുന്നത്. അപ്പോൾ വെരിലോഗ് മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എക്സ്പെരിമെൻറ്റ് ഞാൻ സെയിം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഫുൾ ആഡർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ബെറ്റർ നമുക്ക് സെയിം തന്നെ കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ ഔട്ട് പിൻസ്, അതായത് ഇൻ ഔട്ട് എന്ന് വെച്ചാൽ ഇൻ മിഡിലുള്ളത്. അതായത് ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ ആൻഡ് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ, ആൻഡ് ഗേറ്റ് കഴിഞ്ഞ് ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു ലൈനിനെ നമുക്ക് ഇൻ ഔട്ട് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്കതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്താണ്, ഒരു 3 ഇൻപുട്ട് ഉണ്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇൻപുട്ടുകൾ മാർക്ക് ചെയ്യുകയാണ്, ABC എന്നുള്ളത്. അതുപോലെ അടുത്തതിൽ നമ്മൾ എന്താണ്, സി ഔട്ട് സമ്മ് സി ഔട്ട്. ഓക്കെ, അത് ഇൻപുട്ടിൽ നിന്നാവും ഇവിടെ കിടക്കുന്നുണ്ടാവും, അത് മാറ്റിയിട്ട് ഔട്ട്പുട്ട് ആക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ അത് അവർ നമ്മൾ ചെയ്തതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഇത് പ്രത്യേകം വീണ്ടും എടുത്ത് എഴുതണ്ട. പ്രോഗ്രാമിൽ നമ്മൾ ഓൾറെഡി അത് ഇൻപുട്ട് ഔട്ട്പുട്ടാന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ ഫില്ല് ചെയ്യാനുള്ളത് രജിസ്റ്റർ ഏതാണ്, വയർ ഏതാണെന്ന് കൊടുക്കണം, പിന്നെ പ്രോഗ്രാം എഴുതണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ നമ്മൾ ഏതാ, മെയിൻ പ്രോഗ്രാമിൽ രജിസ്റ്റർ എന്ന് പറയുന്നത്, രജിസ്റ്റർ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ രജിസ്റ്ററായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോമ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വയർ എന്താണ്, A, B, C ആണ് വയറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ശരിക്കുള്ള പ്രോഗ്രാമിലേക്ക് പോവാം. ഓൾവേസ് അറ്റ് സ്റ്റാർ വന്നില്ല അല്ലേ, സ്റ്റാർ എന്താ വേണ്ടേ, നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ബിഗിൻ കഴിഞ്ഞാൽ എന്താ, നമുക്ക് സം എന്താ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, A XOR B XOR Cn. വേറെ ഒന്നും ചെയ്യണ്ട, ആ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുക. സി ഔട്ട് എന്ന് പറയുന്നത് എന്താ വരുന്നത്, A ആൻഡ് B അല്ലേ, Aയും Bയും ആൻഡ് E ആണ്. അപ്പോൾ അത് Aയും Bയും ആൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് പ്ലസ് എന്താ വരുന്നത്, B ആൻഡ് Cn, പിന്നെ Cin ആൻഡ് സ്പേസ് ആൻഡ് A. ഓക്കെ, കൊടുത്ത സ്പേസുകളെ. അപ്പോൾ ഇനി നമുക്ക് എന്താ, ഇത്രയേ ചെയ്യാനുള്ളൂ അല്ലേ. നമുക്ക് ചെറിയൊരു സർക്യൂട്ടാണ്. അപ്പോൾ എൻഡ് കൊടുക്കാം, ബിഗിൻ്റെ എൻഡ് കൊടുത്തു, പിന്നെ എൻഡ് മോഡ്യൂൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്കതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്താണ്, അപ്പോൾ ഇത് നമ്മൾ ടൈപ്പ് ചെയ്തു, ഇതിനെ സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, കണ്ടില്ല അല്ലേ, സേവ് ബട്ടൺ ഉണ്ട്, അത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ, ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ, ഇവിടെ വ്യൂവിൽ ഇംപ്ലിമെൻറ്റേഷൻ സിമുലേഷൻ എന്ന് പറഞ്ഞ് 2 സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇനി സിമുലേഷനിലേക്ക് മാറ്റണം. എന്നിട്ട് ഇവിടെ എക്സ്പെരിമെൻറ്റ് ഫുൾ ആഡർ എടുക്കണം. അപ്പോൾ താഴെ പ്രോസസ്സസ് എന്നുള്ള ഭാഗമുണ്ട്, അതിൽ നമുക്ക് 2 ചെക്കിങ് കാണാം. ഒന്ന് ബിഹേവിയറൽ ചെക്ക്, സിൻടാക്സ് ചെക്ക് ചെയ്യാനുള്ളതാണ്.
സിമുലേഷൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ബിഹേവിയറൽ ചെക്ക് സിൻടാക്സിൽ ഇങ്ങനെ ഒരു ടിക്ക് വന്നാൽ നമുക്ക് എന്താണ് ഈ എഴുതിയ പ്രോഗ്രാമിൽ സിൻടാക്സ് എറർ ഇല്ല എന്ന് മനസ്സിലാക്കാം. സിൻടാക്സ് എറർ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇൻപുട്ടുകൾ എന്തൊക്കെ വാല്യൂസ് എന്നുള്ളത് കൊടുത്തിട്ടില്ല. ടെസ്റ്റ് ബെഞ്ച് എഴുതിയാലാണ് നമുക്ക് ആ വേവ് ഫോം കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ബെഞ്ച് എഴുതാനായിട്ട് നമ്മൾ അഗെയിൻ എന്ത് ചെയ്തു? ഇവിടെ ന്യൂ സോഴ്സ് എടുത്തു. ന്യൂ സോഴ്സിൽ നമ്മൾ വെരിലോഗാണ്. അപ്പോൾ വെരിലോഗ് ടെക്സ്റ്റ് ഫിക്സർ എടുത്തു. എന്നിട്ട് നമ്മളുടെ ഇതിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഞാൻ എക്സ്പെരിമെൻറ്റ് 1 ഫുൾ ആഡർ എന്നാണ് കൊടുത്തത്. അതിൻ്റെ കൂടെ ഞാൻ എന്തും കൂടി കൊടുക്കുന്നു? ടെസ്റ്റ് ബെഞ്ചല്ല ചെയ്യുന്നത്. അപ്പോൾ TB എന്ന് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ അത് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഏത് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഇതിനെ മാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എക്സ്പെരിമെൻറ്റ് 1 ഫുൾ ആഡറുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഇൻ അസോസിയേഷൻ കണ്ടോ, അസോസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. സോ ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ്പെരിമെൻറ്റ് 1 ഫുൾ ആഡർ TB എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ നമുക്ക് കാണാം ഫുൾ ആഡറിൻ്റെ TBയുടെ പ്രോഗ്രാമിൻ്റെ മിക്കതും ഇവിടെ വന്നിട്ടുണ്ടാവും, ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇനി വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ രജിസ്റ്റേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വയർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏതായിട്ട് മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പോലെ തന്നെ എഴുതാം. അതായത് 1 B0 1 B0 അതെന്ന് വെച്ചാൽ 1ഉം 0യും ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്, ബൈനറി വാല്യൂസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതാം. അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ 45 ആണ് യൂസ് ചെയ്തത്, 45 എടുക്കാം, അല്ലെങ്കിൽ 100 എടുക്കാം, ഒരു കുഴപ്പമില്ല. ഫിനിഷ് ചെയ്യണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫിനിഷ് ചെയ്യാണ്ട് കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിലെ പോലെ തന്നെ ആദ്യം ചെയ്യാം. ഫിനിഷ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് ഇവിടെ ഒരു എൻഡ് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ വേവ് ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് വേവ് ഫോം എഴുതുന്നുണ്ട്. ഓൾവേസ് ഹാഷ് നമ്പർ. ഞാൻ പ്രോഗ്രാമിലെ പോലെയാണ് ഇപ്പോൾ എഴുതുന്നത്. ഇതിൽ ചേഞ്ചൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ A ഈക്വൽസ് നെഗേഷൻ A. ഓൾവേസ് hash number 3 B equals negation B. Always hash number 12. ഈ 3 to 6 12 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ടൈം പീരീഡ് ആണ് കേട്ടോ. ഒരു ക്ലോക്ക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് ആണ് കേട്ടോ. C in ഈക്വൽസ് നെഗേഷൻ C in. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി ആയാൽ നമ്മുടെ എന്താണ് ടെസ്റ്റ് ബെഞ്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ സേവ് അടിക്കുക. ഇപ്പോൾ ഇത് സിമുലേഷനിൽ തന്നെയാണ് കിടക്കുന്നത്. ഫുൾ ആഡർ TB സെലക്ട് ചെയ്യുക, സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വേവ് ഫോംസ് വരാനായിട്ടുള്ള വിൻഡോയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ബെഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് കാണാനായിട്ട് പറ്റും. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇതേ ടെസ്റ്റ് ബെഞ്ച് അവർ ഇനീഷ്യലൈസ് ചെയ്തിട്ട് വീണ്ടും കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് ഒന്നും കാണാനില്ല അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു മാഗ്നിഫയർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ എയുടെ ABC എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വേവ് ഫോംസിൻ്റെ കേസ്. എങ്ങനെയിട്ടുണ്ടായിരുന്നത്
6 ആണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയേ 0 ആവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 നാനോ സെക്കൻഡ്സാണ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി, അത് ഹൈയിലേക്ക് പോയി. എന്നിട്ട് 6 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ലോയിലേക്ക് വന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്താ #6 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് എന്താ, അടുത്തത് സി നോക്കുകയാണെങ്കിൽ സി 3 എണ്ണം കഴിയുമ്പോൾ 3 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ 3യുടെ ഇത് മാറി, അതായത് സ്റ്റാറ്റസ് മാറി, 0 1ലേക്ക് മാറി. അതുപോലെ സി അല്ല കേട്ടോ, BA. അതുപോലെ സി ആണെങ്കിൽ 12 നമ്മൾ കൊടുത്ത അല്ലേ. അപ്പോൾ എന്താ 12 കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇത് ഓർഡർ തെറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ട്രൂത്ത് ടേബിളിൽ വാല്യൂസ് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് എക്ക് 12ഉം ബിക്ക് 6ഉം സിക്ക് 3യും കൊടുത്താൽ നമുക്ക് കറക്റ്റ് ട്രൂത്ത് ടേബിൾ പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ശരിയാണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ 0 0 0 ആയിരുന്നപ്പോൾ സമ്മും സി ഔട്ടും 0 0 ആണ് വരുന്നത്. നമ്മൾ ഇനി ട്രൂത്ത് ടേബിൾ എടുക്കുക, ഓരോ വാല്യൂസും കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ 0 0 0 ആണെങ്കിൽ സമ്മും ക്യാരിയും 0 0 ആണ്. അതുപോലെ 0 0 1 ആണെങ്കിൽ അടുത്തത് ഏതാ വരുന്നത്, A0 B1 C0. അപ്പോൾ 0 1 0 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 1 0 എന്നാണ്. അപ്പോൾ അത് തന്നെയാണോ എന്ന് നോക്കാം. സമ്മ് 1 ഇത് 0. അങ്ങനെ ഓരോ കോമ്പിനേഷൻസും ഓരോ ടൈം പീരീഡിലുള്ള കോമ്പിനേഷൻസും എടുത്ത് നോക്കുക. അപ്പോൾ 8 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ഇവിടം വരെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ആ 8 കോമ്പിനേഷൻസും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ സിമുലേഷൻ കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലേക്ക് വന്നാൽ നമുക്ക് സിന്തസൈസ് എന്ന് പറഞ്ഞിട്ട് RTL സ്കീമാറ്റിക് കാണാം. അതുപോലെ സിമുലേഷൻ മോഡൽ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ഡിസൈൻ, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് കേട്ടോ. ഇംപ്ലിമെൻറ്റ് ഡിസൈനിൽ പ്ലേസ് ആൻഡ് റൂട്ട് നമുക്ക് അതിൻ്റെ ലേ ഔട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിയാവുമ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസ് നോക്കാം. ഓക്കെ, പ്രോഗ്രാം എഴുതി അതിൻ്റെ വേവ് ഫോംസ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫുൾ ആഡറാണ്. ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലക്സർ ഉണ്ട്, 4:1 മൾട്ടിപ്ലക്സർ ഉണ്ട്. അതുപോലെ ഒരെണ്ണം 8:3 എൻകോഡർ ഉണ്ട്. പിന്നെ റിപ്പിൾ ക്യാരി ആഡർ ഉണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് ചെയ്യാനുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ, ഫസ്റ്റ് മോഡലിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഏത് സർക്യൂട്ട്സ് എല്ലാത്തിനും ഓരോ മോഡൽ വീതം എഴുതിയെന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.